ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പയറുതോരനാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ: പയറ് ചെറുതായി അരിഞ്ഞത്, സവോള അതുപോലെ കൊത്തി അരിഞ്ഞത്, പിന്നെ മുളക്, തേങ്ങ ചിരണ്ടിയത് ഒരു മുറി, ജീരകം, കരിവേപ്പില, വെളുത്തുള്ളി. നമുക്കെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു ചട്ടി ചൂടായ ശേഷം അല്പം എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം കടുക് പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തത്. പച്ചമുളകോ കാന്താരി മുളകോ ഉണ്ടെങ്കിൽ തോരന് അതിലേതെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് സവോള കൊത്തി അരിഞ്ഞ് സവോള നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതോടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി അല്പം ഉപ്പൂടും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. ഈ സമയം തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നന്നായി ഇളക്കി ചെറു തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേണം വേവിക്കാൻ. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം പച്ചക്കറിയിൽ തന്നെ വെള്ളം ഉള്ളതാണ്. അപ്പോൾ ആവിയിലത് വെന്തോളും. ഇനി നമ്മൾ ഒരു മുറി തേങ്ങ ചിരണ്ടി വെച്ചില്ലേ, അതുകൂടി ഈ സമയം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. അങ്ങനെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി അല്പനേരം അടുപ്പ് മാറ്റി നന്നായി ഇളക്കി കൊടുക്കേണ്ടതാണ്. ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ചെറു തീയിൽ വെള്ളം പറ്റി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ തോരൻ തയ്യാറായി.